ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചമാങ്ങ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് എരിവ് കുറഞ്ഞിട്ടുള്ള വറ്റൽമുളകാണ്. നല്ല എരിവുള്ള വറ്റൽമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3 മതിയാവും. കൂടെ ഇതിനോടൊപ്പം ഒരു 6-7 ചെറിയ ഉള്ളിയും കൂടി, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് തുടങ്ങട്ടെ. അതുപോലെ തന്നെ വറ്റൽമുളകെല്ലാം നല്ല രീതിക്ക് ഒന്ന് ചൂടായി കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മളിതുപോലെ വറ്റൽമുളകും ചെറിയുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വഴറ്റി ചേർക്കുമ്പോഴത്തേക്കും ചെറിയുള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് കേട്ടോ കിട്ടുന്നത്. നമുക്ക് ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉള്ളിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമാങ്ങയാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു പച്ചമാങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംതൊലി എടുക്കണമെന്നുള്ള ആവശ്യമില്ല. അതെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ പുറംതൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത പച്ചമാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ വറുത്തെടുത്ത ഉള്ളിയും വറ്റൽമുളകും കൂടി. ഇനി വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടിയാണ്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാം. കൂടെ ഒരല്പം മാത്രം കറിവേപ്പിലയും കൂടി. ഇനി ഇത് ഇത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ ആകണം എന്നുള്ള ആവശ്യമില്ല. ചെറിയ രീതിക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1 കപ്പ് അളവിൽ ഫ്രഷായിട്ട് ചിരകിയെടുത്ത തേങ്ങയും കൂടി. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ എടുക്കരുത്, എപ്പോഴും ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ വേണം ഉപയോഗിക്കാനായിട്ട്. കൂടെ വേണ്ടത് നമ്മുടെ ചമ്മന്തിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ലൈറ്റായിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡും കൂടി ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അതായത് ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. നല്ല ഫൈനായിട്ട് സ്മൂത്തായിട്ട് അരഞ്ഞു പോകരുത്. വളരെ രുചികരമായിട്ടുള്ള ഒരു പച്ചമാങ്ങ ചമ്മന്തിയാണ്. ചൂട് ചോറിനോടൊപ്പമോ കഞ്ഞിക്കൊപ്പമോ കപ്പയ്ക്കൊപ്പമോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് എടുക്കാവുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊരു പച്ചമാങ്ങ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ കൂടിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.